വിശ്വാസം അതല്ലേ എല്ലാം. അത് പഴയ മൊഴിയാണ്. പുതുമൊഴി വിശ്വാസം അതല്ല എല്ലാം എന്നുള്ളതാണ്. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് എല്ലാ മനുഷ്യരെയും പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ വിശ്വസിച്ചാൽ ഒരുപക്ഷെ പിന്നീടുള്ള നമ്മുടെ ജീവിതം അത് ദുരിതപൂർണമായി മാറ്റിയേക്കാം. ഞാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ട്രെയിനിങ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. കുട്ടികൾക്കും അധ്യാപകർക്കും വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു. ആ ഒരു ട്രെയിനിങ്ങിൽ മനസ്സിന്റെ ശക്തിയെ പറ്റിയിട്ട്, മൈൻഡ് പവറിനെ പറ്റിയിട്ടൊക്കെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ക്ലാസ്സിന് അവസാനം അതിലെ ഒരു അധ്യാപകൻ എന്നെ പേഴ്സണലായിട്ട് വന്ന് കണ്ടു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു വിഷമം എന്നോട് പങ്കുവച്ചു. അദ്ദേഹം എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. എഞ്ചിനീയറിംഗിന് ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 3 വർഷക്കാലം ഒരു പെൺകുട്ടിയെ, കൂടെ പഠിച്ച സഹപാഠിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു. നന്നായിട്ട് പോവുകയായിരുന്നു ആ ഒരു പ്രണയബന്ധം. അതിന്റെ ആ ഒരു കോഴ്സിന്റെ അവസാന കാലഘട്ടം എത്തിയപ്പോൾ, ഫൈനൽ പരീക്ഷയുടെ സമയമായപ്പോൾ, ഒരു 2 മാസമായിട്ട് ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു അകൽച്ച അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. അതിന് ആ പെൺകുട്ടി പറഞ്ഞ കാരണം, പരീക്ഷയാണ്, ഇപ്പോൾ പ്രേമിച്ച് നടന്നു കഴിഞ്ഞാൽ അത് പഠനത്തെ ബാധിക്കും, അതുകൊണ്ട് എനിക്കൊരു ഇടവേള തരണമെന്ന് പറഞ്ഞു. കൂട്ടുകാരൊക്കെ അതിൽ സംശയം പ്രകടിപ്പിച്ചിട്ട് പോലും ആ ചെറുപ്പക്കാരന് യാതൊരു സംശയവും ഇല്ലായിരുന്നു. അവള് പറഞ്ഞത് വിശ്വസിച്ചു. പക്ഷേ ഏറ്റവും അവസാനം അവർ പിരിയുന്ന ദിവസം, ലാസ്റ്റ് ദിവസം ലൈബ്രറിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വളരെ പ്രതീക്ഷയോടുകൂടി ആ പെൺകുട്ടിയെ ആ ചെറുപ്പക്കാരൻ കാണുകയാണ്. അവള് അവിടെ വെച്ചിട്ട് സാധാരണ പ്രണയത്തില് പെൺകുട്ടികളെല്ലാം കാമുകന്മാരോട് പറയുന്ന ആ ക്ലീഷേ ഡയലോഗ് ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു. എന്നേക്കാളും സുന്ദരിയായിട്ടുള്ള, എന്നേക്കാളും നല്ല ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് കിട്ടും, എന്നെ മറക്കണം, വീട്ടുകാരെ മറ്റൊരു വിവാഹമൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്, ഈ കലാലയത്തിൽ വെച്ച് നീ തന്ന സ്നേഹം മരണം വരെ എൻ്റെ മനസ്സിലുണ്ടാകും, നിന്റെ മനസ്സിലും ഉണ്ടാകണം, എന്നെ മറക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിലേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി പടിയിറങ്ങുകയാണ് ചെയ്തത്. ആ സംഭവം കഴിഞ്ഞിട്ട് ഇന്ന് 8 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഒരു രാത്രി പോലും, ആ അന്നത്തെ ദിവസം മുതൽ പിന്നീട് ഇങ്ങോട്ട് ഒരു രാത്രി പോലും അദ്ദേഹത്തിന് ഉറക്കഗുളിക കഴിക്കാതെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. സ്ഥിരമായിട്ട് സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറി. നമുക്കറിയാലോ, അങ്ങനെ നമ്മൾ ഉറങ്ങാൻ വേണ്ടി മരുന്ന് എടുത്തിട്ട് ഉറങ്ങുമ്പോൾ പിറ്റേ ദിവസം അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് സാധാരണ ആരോഗ്യത്തിൽ ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പഠിച്ച പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലിക്ക് പോകാൻ പറ്റാതെയായി. ഇന്ന് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ വളരെ കുറഞ്ഞ ശമ്പളത്തിൽ അദ്ദേഹം ജോലി ചെയ്യുന്നു. ഇപ്പോൾ അദ്ദേഹം 5-6 ഗുളികകളാണ് ഒരു രാത്രി ഉറങ്ങാൻ വേണ്ടി കഴിക്കുന്നത്. ആ മനുഷ്യന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനാണ്. ആ വ്യക്തി എന്നോട് അവസാനം പറഞ്ഞൊരു കാര്യം, നെയ്യാറ്റിൻകരയിലെ ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കാമുകന് കഷായത്തിനകത്ത് വിഷം ചേർത്ത് കൊടുത്തില്ലേ, അതേപോലെ കാണാം അവൾ എന്നോട് ചെയ്താൽ മതിയായിരുന്നു. ഇത് അതിലും ഭീകരമായി പോയി. എൻ്റെ മനസ്സിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോകുന്നില്ല സാർ എന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. അതാണ് വിശ്വാസവഞ്ചനയുടെ പ്രശ്നം. നമ്മളെ ഒരാൾ കൊല്ലുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം മാത്രമേ മരിക്കത്തുള്ളൂ. ആ മരണമെന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്ന സംഗതിയുമാണ്. അതുകൊണ്ട് മരണത്തെ നമ്മൾ അധികം ഭയപ്പെടേണ്ടതില്ല. പക്ഷേ വഞ്ചനയ്ക്കിരയാകുന്ന വ്യക്തി മരിക്കുന്നതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. മരിച്ച് ജീവിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം തന്നെയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം? പ്രതിരോധിക്കാനുള്ള മാർഗം ഇതാണ്: നമ്മൾ ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാതിരിക്കുക. ഇന്ന് സ്വന്തം മാതാപിതാക്കളെ പോലും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ കടന്നു പോകുന്നത്. സഹോദരങ്ങളായിക്കോട്ടെ, കൂട്ടുകാരെ ആയിക്കോട്ടെ, ദാമ്പത്യത്തിലായിക്കോട്ടെ, പ്രണയത്തിലായിക്കോട്ടെ, എവിടെ ആയാലും ഒരു ചതിക്കുള്ള സാധ്യതയുണ്ട്. ഒരു 5% നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 95% നമുക്ക് ആൾക്കാരെ വിശ്വസിക്കാം, പക്ഷെ ഒരു 5% അബദ്ധം പറ്റാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളൊരു മുൻകരുതൽ എടുക്കണം. അതുകൊണ്ട് നിങ്ങളൊരു സംശയാലുവായിട്ട് മാറണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. മറ്റു മനുഷ്യരെ നമുക്ക് വിശ്വസിച്ചെങ്കിൽ മാത്രമേ അവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റൂ. അതുകൊണ്ട് ആരെയും വിശ്വസിക്കരുത് എന്നല്ല പറഞ്ഞത്. ഒരു പ്ലാൻ ബി നമുക്കുണ്ടാവണം. പ്ലാൻ എ പരാജയപ്പെട്ടാൽ, അവരുടെ ഭാഗത്തു നിന്നും ഒരു മോശം അനുഭവം ഉണ്ടായാലും നമ്മുടെ വഴി അടഞ്ഞു പോകരുത്. അതിനെപ്പറ്റി നമുക്കൊരു മുൻകരുതൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കുന്നില്ലേ? കാർ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുന്നില്ലേ? വിമാനയാത്ര ചെയ്യുമ്പോൾ നമ്മൾ വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ ഉടനെ അവർ നമ്മളോട് പറയുന്നത്, വിമാനം തീ കത്തിയാൽ എന്ത് ചെയ്യണം, വിമാനം കടലിൽ വീഴുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെയല്ലേ പറയുന്നത്. അത് വിമാനം നേരെ കൊണ്ടുവന്ന് കടലിലേക്ക് ഇടിച്ചിറക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അതേപോലെ നിങ്ങളൊരു ബോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ലൈഫ് ജാക്കറ്റ് എടുത്തല്ലേ ആദ്യം തരുന്നത്. അത് വെള്ളത്തിൽ കൊണ്ടുവന്ന് ആ വഞ്ചി അല്ലെങ്കിൽ ആ ബോട്ട് മുക്കി നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള യാത്രയല്ലല്ലോ, ഒരു മുൻകരുതലല്ലേ. അതേപോലെ ഒരു മുൻകരുതൽ എല്ലാ ബന്ധങ്ങളിലും നമ്മൾ എടുത്താൽ
നമ്മൾ ആൾക്കാരോട് മനസ്സ് തുറക്കുമ്പോഴും ഒക്കെ നമുക്ക് പറയരുതാത്ത കാര്യങ്ങൾ, പറഞ്ഞാൽ നമുക്ക് ദോഷമുള്ള കാര്യങ്ങൾ പറയാതിരിക്കാനും മറ്റു മനുഷ്യർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ചില ബൗണ്ടറീസ് നമുക്ക് സെറ്റ് ചെയ്യാനും സാധിക്കും. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടുന്നൊരു കാര്യം. നമ്മളൊരു തുറന്ന പുസ്തകമായിട്ട് മാറരുത്. നമുക്ക് മറ്റുള്ളവർ എവിടം വരെ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരാം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണയുണ്ടായിരിക്കണം. അത് ഒരു പരിധി വരെ വഞ്ചിക്കപ്പെടാനുള്ള സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കി കിട്ടും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വഞ്ചിക്കുന്ന ആൾക്കാരെ അവർ ചില ലക്ഷണങ്ങൾ നമുക്ക് കാണിച്ചു തരും. ആ ലക്ഷണങ്ങളിലൂടെ ഒരു പരിധി വരെ നമുക്ക് അവരെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളടുത്ത് അവർ ഭയങ്കരമായ വിനയവും സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിക്കും. അമിതമായ സ്നേഹപ്രകടനങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളിൽ നിന്ന് എന്തോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ അവർ നമ്മുടെ കൂടെ കൂടുന്നത്. നമ്മളെ വഞ്ചിക്കുന്നത് എപ്പോഴും നമ്മളിൽ നിന്നൊരു നേട്ടത്തിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണല്ലോ വഞ്ചിക്കുന്നത്. അപ്പൊ ആ നേട്ടം അവർക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവര് അമിതമായിട്ട് നമ്മളെ കൈകാര്യം ചെയ്യും. നമ്മുടെ അടുത്ത് പെരുമാറുന്നത് അമിതമായിട്ടുള്ള സ്നേഹം, അമിതമായിട്ടുള്ള ഒരു വിനയം ഒക്കെ നമുക്ക് തരുമ്പോൾ അതിനകത്തൊരു ചതിയുടെ സാധ്യതയുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതൊരു ലക്ഷണമാണ്. രണ്ടാമത്, അത്തരം ആൾക്കാര് അവരുടെ മനസ്സ് പൂർണ്ണമായിട്ട് നമ്മുടെ അടുത്ത് തുറക്കില്ല. അവർ ചില കാര്യങ്ങൾ ഒളിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ഇതിനുള്ളൊരു സാധ്യത നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. മൂന്നാമത്, നമ്മൾ ആൾക്കാരെ പരമാവധി കേൾക്കുക എന്നുള്ളതാണ് ഒരു പ്രതിരോധ മാർഗം. നമ്മൾ ആൾക്കാരോട് അങ്ങോട്ട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ അവർ പറയുന്ന കാര്യങ്ങൾ നാം ഇങ്ങോട്ട് കേൾക്കണം. കാരണം ആൾക്കാരുടെ സംഭാഷണത്തിലൂടെ അവരെ അറിയാൻ വേണ്ടി സാധിക്കും. നമ്മുടെ അടുത്ത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹം കാണിക്കുമ്പോഴും അവരുടെ യഥാർത്ഥ മുഖം അവരുടെ മറ്റു ബന്ധങ്ങളിൽ അവർ കാണിക്കുന്നുണ്ടാകും. നേരത്തെയുള്ള സൗഹൃദങ്ങളിൽ നിന്ന് ഇപ്പം ശത്രുക്കളായിട്ട് മാറിയിട്ടുള്ള ആൾക്കാരുടെ കഥകളിൽ ഒക്കെ അവരുടെ യഥാർത്ഥ സ്വഭാവം അവരറിയാതെ പ്രകടിപ്പിക്കും. അങ്ങനെ നമുക്ക് അവരെ ഒരു നിരീക്ഷണ പാഠവും നമുക്കുണ്ടെങ്കിൽ, അവരെ കേൾക്കാനും മനസ്സിലാക്കാനും ഉള്ളൊരു കഴിവ് നമുക്കുണ്ടെങ്കിൽ, അവരുടെ സംഭാഷണങ്ങളിലൂടെ മറ്റു മനുഷ്യരോടുള്ള അവരുടെ പെരുമാറ്റത്തിലൂടെ നമുക്കൊരു പരിധിവരെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അടുത്തതായിട്ടുള്ളത്, ഇത്തരം വ്യക്തികൾ കുറച്ച് സെൽഫിഷ് ആയിരിക്കും. അവർക്ക് സ്വാർത്ഥത അല്പം കൂടുതലായിരിക്കും. അതും ഒരു സൂചനയാണ്. അത്തരം ആൾക്കാരെയും നമ്മൾ ഒന്ന് കരുതുന്നത് നല്ലതാണ്. ഇനി എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും, നമ്മൾ എന്തൊക്കെ മുൻകരുതൽ എടുത്താലും ചതിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചതിക്കപ്പെട്ടാൽ, നാം വഞ്ചിക്കപ്പെട്ടാൽ എന്താണ് നാം ചെയ്യേണ്ടത്? സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് അറിയാമോ? പ്രതികാരം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പൊതുവെ ആൾക്കാർ ചെയ്യുന്നത്. വഞ്ചിക്കപ്പെട്ടു കഴിഞ്ഞാൽ പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ്. അതൊരിക്കലും ചെയ്യരുത്. കർമ്മഫലം അവരെ തേടി എത്തുക തന്നെ ചെയ്യും. പ്രപഞ്ചത്തിന് ഒരു നിയമമുണ്ട്, അതിവിടെ നടപ്പാവുക തന്നെ ചെയ്യും. ഇനി അതല്ല അവർ മിടുക്കരായി പോവുകയാണെങ്കിൽ അങ്ങനെ പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പ്രതികാരം ചെയ്യാൻ പോയാൽ അവിടെയും ഹനിക്കപ്പെടുന്നത് നമ്മുടെ ജീവിതമായിരിക്കും. അതുകൊണ്ട് പ്രതികാരത്തിനൊന്നും നമ്മൾ പോകരുത്. നമ്മളോട് കുറ്റബോധവും തോന്നരുത്. ഞാൻ ഇത്രയും വലിയ മണ്ടനായി പോയല്ലോ, ഞാൻ അവനെ വിശ്വസിച്ചല്ലോ, ഞാൻ അല്ലെങ്കിൽ അവളെ വിശ്വസിച്ചല്ലോ എന്നോർത്ത് പൂർണ്ണമായിട്ട് നമ്മൾ തകർന്നു പോകരുത്. നമ്മളോട് നമുക്കൊരു ദേഷ്യം തോന്നുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ, വിഷമത്തിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. നമ്മളെ ഒന്നിനും കൊള്ളരുതാത്ത വ്യക്തിയാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെ തോന്നുമ്പോഴാണ് നമ്മൾ ആത്മഹത്യയിലേക്കൊക്കെ നമ്മുടെ മനസ്സിനെ നയിക്കുന്നത്. അതുകൊണ്ട് അത്തരം ചിന്തഗതികളിലേക്ക് നമ്മൾ പോകരുത്. പകരം ഏത് ചിന്തയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്? അവരോട് നന്ദിയാണ് നമ്മൾ പറയേണ്ടത്. കാരണം മനുഷ്യർ ഇങ്ങനെയൊക്കെ പെരുമാറും എന്നുള്ളൊരു കാര്യം അവർ നമ്മളെ പഠിപ്പിച്ചില്ലേ? ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ മനുഷ്യരെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ നമുക്ക് കഴിവ് കുറവുണ്ടായിരുന്നു എന്നുള്ള കാര്യം അവർ നമ്മളെ ബോധ്യപ്പെടുത്തിയില്ലേ? അതിന് അവരോട് നന്ദിയാണ് പറയേണ്ടത്. കാരണം നാളുകളിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകാതിരിക്കാൻ, നമ്മളുടെ സ്വഭാവത്തെ ഒന്ന് മെച്ചപ്പെടുത്താൻ അവരിടയായി. അതുകൊണ്ട് അവർക്ക് ഒരു നന്ദി പറയുന്ന മനസ്സ് നമ്മൾ വളർത്തിയെടുത്താൽ ക്രമേണ ആ ദുഃഖം നമുക്ക് മറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതൊന്നുമല്ല. നമുക്കൊരിക്കലും മറ്റൊരാൾ നമ്മളെ ചതിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുവേണ്ടി നമുക്കൊന്നും പൂർണ്ണമായിട്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാവുന്ന 100% വിജയമാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആരെയും ചതിക്കില്ല എന്നുള്ള തീരുമാനം. അത് നമുക്ക് എടുക്കാൻ സാധിക്കും. കാരണം അതിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. ഞാൻ കാരണം മനഃപൂർവ്വം നിരപരാധിയായിട്ടുള്ള മറ്റൊരു മനുഷ്യന്റെ കണ്ണ് നിറയാൻ ഞാൻ ഇടയാക്കില്ല. എന്റെ മുഖത്ത് നോക്കി ഒരാൾക്ക് നീ എന്നെ ചതിച്ചു, എന്നെ വഞ്ചിച്ചു എന്ന് പറയാൻ ഞാൻ ഇടയാക്കില്ല. അങ്ങനെ ഒരു തീരുമാനം നമുക്കെടുക്കാൻ സാധിക്കും. എല്ലാ മനുഷ്യരും അത്തരം ഒരു നല്ല തീരുമാനമെടുത്താൽ നമുക്ക് ഈ ലോകം കൂടുതൽ മനോഹരമാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.